ചില ആളുകൾ പറയാറില്ലേ, ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാലേ, ആ മൊമെന്റില്ലേ, അതായത് നമ്മൾ ഒറ്റയ്ക്കാണ് മുന്നോട്ട് എന്ന് റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഇല്ലേ, ആ ഒരു മൊമെന്റ് ആണ് ഏറ്റവും ടഫ്. അത് പെയിൻഫുൾ ആണ്. പക്ഷേ നമ്മളിത് റിയലൈസ് ചെയ്തതിന് ശേഷമേ നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ. അത് പോസിറ്റീവും നെഗറ്റീവും ആകാം. ഒരുപക്ഷെ ഇത് റിയലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ പവർഫുൾ ആകുന്നത്, ഒറ്റയ്ക്ക് കാര്യങ്ങളെ ഡീൽ ചെയ്യാനും എന്ത് വന്നാലും ഫേസ് ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഈ റിയലൈസേഷന് ശേഷം നമ്മൾ ഒരുപാട് സൈലൻ്റ് ആയിപ്പോകും. മുന്നോട്ട് ഇത് എങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പോകും. കാരണം ആരുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതേ, ഈ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകും. ടഫാണ്, ഇത് ഹാൻഡിൽ ചെയ്യാൻ അത്ര ഈസിയല്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലേ, നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാർ അവരൊരു ഡിസ്റ്റൻസ് ഇട്ടാലോ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എപ്പോഴും കൂടെ അവരുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ലോങ് അവരുണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ലൈഫ് പോകുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം പോലും നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു റിയലൈസേഷനിലേക്ക് എല്ലാവരും വരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് എപ്പോഴെങ്കിലുമൊക്കെ പതുക്കെ തിരിച്ചറിയാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്.